आज हम प्रेमचंद की कहानी पूस की रात पढ़ेंगे। प्रेमचंद कौन है? हिंदी कथा साहित्य में युगांतर लाने वाला कहानीकार है प्रेमचंद. അതായത് ഹിന്ദി കഥാസാഹിത്യത്തിൽ യുഗപരിവർത്തനം ഉണ്ടാക്കിയ ഒരു കഥാകാരനാണ് പ്രേംചന്ദ്. വേ കഹാനി സമ്രാട്ട് മാനെ ജാത്തെ ഹം. അദ്ദേഹം കഹാനി സമ്രാട്ട്, സമ്രാട്ട് എന്ന വാക്കിനർത്ഥം ചക്രവർത്തി എന്നാണ്. കഥയുടെ ചക്രവർത്തി എന്നാണ് കരുതപ്പെടുന്നത്. ഉൻകി കഹാനിയോം കാ സംഗ്രഹ്യ മാനസരോവർ. അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിൻ്റെ ഒരു സംഗ്രഹ് എന്ന് പറഞ്ഞ സമാഹാരം, കളക്ഷൻസ് ആണ് മാനസരോവർ. മറ്റുള്ള സ്റ്റോറീസിൻ്റെ പേരാണ് ഇനി പറയുന്നത്. പഞ്ചപരമേശ്വർ, സുജാൻ ഭഗത്, ബൂഢി കാക്കി, ശതരഞ്ജ് കെ ഖിലാഡി, പൂസ് കി രാത്, കഫൻ ആദി ഉൻകി പ്രമുഖ കഹാനിയാം ഹെ. ഈ പറഞ്ഞ പേരുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റോറീസ് ആണ്. पूस की रात नामक कहानी में किसान की दयनीय दशा का चित्रण हुआ है. പൂസ് കി രാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഈ സ്റ്റോറിയിൽ കിസാനിൻ്റെ, കൃഷിക്കാരൻ്റെ ദയനീയ അവസ്ഥയെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പൂസ് കി രാത്ത് എന്ന് പറഞ്ഞാൽ ധനുമാസത്തിലെ രാത്രി, ധനുമാസ രാത്രി. പൂസ് കി രാത് കാ പ്രമുഖ പാത്ര ഹെ ഹൽക്കു. ഈ സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഹൽക്കു. वो एक गरीब किसान है. उसकी पत्नी है मुन्नी. ഹൽക്കു എന്നത് ഒരു പാവപ്പെട്ട, ഗരീബ് എന്ന് പറഞ്ഞാൽ പുവർ, പാവപ്പെട്ട ഒരു കിസാനാണ്, കർഷകനാണ്. അവൻ്റെ പത്നിയാണ് മുന്നി. कहानी के आरंभ में हल्कू अपनी पत्नी से सहना का कर्ज चुकाने के लिए 3 रुपये मांगता है. കഹാനിയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ടു ഹൽക്കു തൻ്റെ പത്നിയോട് സഹനയുടെ കടം വീട്ടാൻ വേണ്ടി 3 രൂപ ആവശ്യപ്പെടുന്നു. പൂസ്ക മഹീന ഹെ. പൂസ്ക മഹീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുമാസം. ठंड से बचने के लिए उन्हें कंबल खरीदना है. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അവൻ കമ്പിളി പുതപ്പ് വാങ്ങിക്കണമായിരുന്നു. इसके लिए मंजूरी से एक पैसा काट कर 3 रुपये जमा कर रखे हैं. അപ്പോൾ ഈ കമ്പിളിപ്പുതപ്പ് വാങ്ങിക്കുവാൻ വേണ്ടി മഞ്ജൂരിയിൽ നിന്നും, കൂലിയിൽ നിന്നും അവൻ ഓരോരോ പൈസ കട്ട് ചെയ്തിട്ടാണ് 3 രൂപ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടിരിക്കുന്നത്. യദി പൈസയെ സഹനാക്കോ ദേ തോ കമ്പൽ കൈസേ ഖരീദതാം. അഥവാ പൈസ സഹനക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് കമ്പിളി എങ്ങനെ വാങ്ങിക്കും? മുന്നി ഹൽക്കൂസെ സാഫ് കഹത്തി ഹെ. പത്നിയായ മുന്നി ഹൽക്കുവിനോട് വ്യക്തമായിട്ടും പറയുകയാണ്. തും ക്യോം നഹി ഖേത്തി ചോട് ദേത്തെ. മർ മർ കാം കരോ, ഉപജ് ഹോ തോ ബാക്കി ദേ ദോ. ചലോ ഛുട്ടി ഹുയി, ബാക്കി ചുക്കാനെ കെ ലിയെ ഹി ഹമാര ജനം ഹുവാ ഹെ. ഇത് ടെക്സ്റ്റിലുള്ള കൊട്ടേഷൻ തന്നെയാണ്. തും ക്യോം നഹി ഖേത്തി ചോട് ദേത്തെ. നിങ്ങൾ എന്താ കൃഷിപ്പണി വിടാത്തത്? നിങ്ങൾ മരിച്ച് പണിയെടുക്കുകയാണ്. പ്രൊഡക്റ്റ്, ഉപജ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു, ഉൽപ്പന്നം ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ബാക്കി കൊടുക്കുക മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ പണി വിട്ടേക്കൂ. നമ്മുടെ ജന്മം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാക്കി കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ജന്മം എന്നൊക്കെ ഉപദേശിക്കുന്നു. ഈ വാക്കുകൾ ഈ സ്റ്റോറിയുടെ ക്ലൈമാക്സും കൂടിയാണ്. हार्ड तोड़ परिश्रम के बावजूद हल्कू के हाथ में कुछ भी नहीं है. ഹാർഡ് തോട് പരിശ്രമം കർണ എന്ന് പറഞ്ഞാൽ എല്ലുമുറിയെ പണിയെടുക്കുക. അപ്പോൾ അങ്ങനെ എല്ലുമുറിയെ പണിയെടുക്കുന്നത് കൂടാതെ ഹൽക്കുവിൻ്റെ കയ്യിൽ വേറെ ഒന്നും തന്നെ ബാക്കിയില്ല. കിസാനോം കി സാരി കമായി സാഹുകാരോം കി തിജോരിയോമേ ചലി ജാത്തി ഹെ. കൃഷിക്കാരൻ്റെ എല്ലാ സമ്പാദ്യവും, സാഹുകാർ എന്ന് പറഞ്ഞാൽ മണി ലെൻഡർ, സേട്ടുമാർ, അപ്പോൾ അവരുടെ തിജോരിയിലാണ്. തിജോരി എന്ന് പറഞ്ഞാൽ ഖജാനയിലേക്കാണ് പോകുന്നത്. അതായത് സമൂഹത്തിൽ ഉയർന്ന വർഗമാണ്, ജമീന്ദാറായിട്ടുള്ള ആളുകളുടെ കയ്യിലേക്കാണ് ഈ പൈസയൊക്കെ പോകുന്നത്. സാഹുകാരോം കാ കർജ് ചുക്കാത്തെ ഹുയെ കിസാനോം കി പൂരി ജിന്ദഗി ബീത് ജാത്തി ഹെ. ഇതുപോലെ സാഹുകാരൻ്റെ, മണി ലെൻഡറിൻ്റെ കടം വീട്ടുക, അങ്ങനെ വീട്ടിക്കൊണ്ട് കിസാനിൻ്റെ മുഴുവൻ ജീവിതവും കഴിഞ്ഞു പോകുന്നു. अलमारी से रुपये निकाल कर जब हल्कू बाहर जाता है तब उसका माथा दीनता से भर जाता है. അൽമാരിയിൽ നിന്നും രൂപയും എടുത്തുകൊണ്ട് എപ്പോഴാണോ ഹൽക്കു പുറത്തേക്ക് നടക്കുന്നത് അപ്പോൾ അവൻ്റെ നെറ്റി അതായത് അവൻ്റെ തലയിൽ ദൈന്യഭാവം കൊണ്ട് നിറയുകയാണ്. അവൻ്റെ ചിന്ത മുഴുവനും തൻ്റേതായ ആ ദയനീയ
അവസ്ഥയാണ് അവൻ്റെ മനസ്സിൽ നിറച്ചും. पूस की अंधेरी रात में टिटुरते हुए हल्कू अपने कुत्ते को साथ लेकर खेत का पहरा देने के लिए जाता है. पूस की अंधेरी रात है. അന്ധേരി രാത്രി എന്ന് പറഞ്ഞാൽ ഇരുട്ട് നിറഞ്ഞ രാത്രി. അപ്പം ധനുമാസത്തിലെ ഇരുട്ട് നിറഞ്ഞ രാത്രിയാണ്. അപ്പോൾ ടിട്ടുർത്തേ ഹുവേ, ടിട്ടുർന എന്ന് പറഞ്ഞാൽ തണുത്ത് വിറക്കുക. തണുത്ത് വിറച്ചുകൊണ്ട് ഹൽക്കു തൻ്റെ കുത്തയെ കൂട്ടിയിട്ട് ഖേത്തിൽ വയലിൽ പഹരാദേന എന്ന് പറഞ്ഞാൽ കാവൽ നിൽക്കുക. വയലിൽ കാവൽ നിൽക്കുവാൻ വേണ്ടി, കൃഷിക്ക് കാവൽ നിൽക്കുവാൻ വേണ്ടി പോവുകയാണ്. वहाँ ऊख के पत्तों की एक छतरी के नीचे बांस के खटोले पर पुरानी चादर ओढ़कर हल्को कांप रहा. वहाँ ऊख के पत्तों की एक छतरी, ഊഖ് എന്ന് പറഞ്ഞാൽ കരിമ്പിൻ്റെ ഇലകൾ. അപ്പോൾ അതിനെ കൊണ്ടുള്ള ഒരു തണലിൽ, അതിൻ്റെ ഛത്തരി എന്ന് പറഞ്ഞാൽ കുട എന്നാണ്. കുട പോലെ മുകളിൽ കരിമ്പിൻ്റെ ഇലകളാണ്. അതിൻ്റെ ചുവട്ടിൽ ബാസ് കെ ഖട്ടോല, ബാസ് എന്ന് പറഞ്ഞാൽ മുള കൊണ്ടുണ്ടാക്കിയ ഒരു ഖട്ടോല എന്ന് പറഞ്ഞാൽ കട്ടിൽ, മുള കൊണ്ടുള്ള കട്ടിലിന് മേലെയാണ് പുരാനി ചാദർ ഓടുകർ, പഴയ ഒരു വിരിപ്പ്, അതായത് ഒരു ഷീറ്റ്, ഓടിന എന്ന് പറഞ്ഞാൽ പുതക്കുക, ഒരു ഷീറ്റും പുതച്ചുകൊണ്ട് ഹൽക്കു അവിടെ വിറച്ചു കൊണ്ടിരിക്കുകയാണ്. കാപ്പിന എന്ന് പറഞ്ഞാൽ വിറക്കുക. ഘാട്ട് കെ നീച്ചെ കുത്ത ജബര പടാഹെ, ആ കട്ടിലിന് ചുവട്ടിൽ കുത്തയുടെ പേരാണ് ജബര, പട്ടിയുടെ പേരാണ് ജബര, അതും അതിന് ചുവട്ടിൽ കിടക്കുന്നുണ്ട്. ദോനോം കോ നീന്ത് നഹിം ആത്തി ഹെ, രണ്ടു പേർക്കും ഉറക്കം വരുന്നില്ല. हल्कू समीप के आमों के बाग में जाकर पत्तियों को जमाकर जलाने लगता है. हल्कू സമീപത്തുള്ള മാന്തോട്ടത്തിൽ പോയിട്ട് ഇലകളൊക്കെ ശേഖരിച്ചിട്ട് അത് കത്തിക്കുവാൻ തുടങ്ങുന്നു. ठंड कम होने पर हल्कू अलाव के पास सोने के लिए लेटता है. ठंड कम होने पर, ठंड അതായത് തണുപ്പ് കുറയുന്നു. ഇലകളൊക്കെ കത്തിച്ചപ്പോൾ, ചൂടാക്കിയപ്പോൾ അവൻ്റെ ആ തണുപ്പ് കുറഞ്ഞു. അപ്പോൾ ഹൽക്കു അലാവ് കെ പാസ്, അലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന തീയാണ്. അപ്പോൾ അതിനടുത്ത് സോനേക്കേലിൽ ലേട്ടുത്താകെ, ഉറങ്ങുവാൻ വേണ്ടി അവിടെ കിടക്കുന്നു. ജബര കിസി ജാൻവർ കി ആഹട്ട് സുൻകർ ബൗങ്കുത്താകെ, അപ്പോൾ അതിൻ്റെ പട്ടി ജബര ഏതോ ഒരു ജാൻവർ എന്ന് പറഞ്ഞാൽ മൃഗം, മറ്റേതോ ഒരു മൃഗത്തിൻ്റെ ആഹട്ട് എന്ന് പറഞ്ഞാൽ കാലൊച്ച. അപ്പോൾ ആ ഏതോ ഒരു മൃഗത്തിൻ്റെ കാലൊച്ച കേട്ടിട്ട് ഭൗങ്കുത്താഹെ, ഭൗങ്കിന എന്ന് പറഞ്ഞാൽ കുരക്കുക. നീൽ ഗായോം കാ ഝുണ്ട് ഫസലോം കാ സഫായാക്കിയ രഹത്താഹെ, അപ്പോൾ അത് ഏത് മൃഗമായിരുന്നു? നീൽ ഗായ് എന്നാണ്. നീൽ ഗായ് എന്ന് പറഞ്ഞാൽ ഒരു തരം മാനാണ്. അപ്പോൾ പശുവിന് അത്രത്തോളം വലിപ്പമുള്ള ഒരു തരം മാനാണ് നീൽഗായ് എന്ന് പറയുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ അത് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഝുണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടം. അപ്പം നീൽഗായിൻ്റെ ഝുണ്ട് എന്ത് ചെയ്യുകയാണ്? ഫസലും കാ സഫായാക്കിയ രഹത്താകെ, ഫസൽ എന്ന് പറഞ്ഞാൽ വിളവ്, ക്രോപ്സ്, വിളവുകളൊക്കെ തിന്നുകയാണ്, അതൊക്കെ നശിപ്പിക്കുകയാണ്. സഫായ കർണ എന്ന് പറഞ്ഞാൽ ക്ലീൻ ആക്കുക, വൃത്തിയാക്കുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഇവിടെ കൃഷികളൊക്കെ തിന്ന് നശിപ്പിക്കുകയാണ്. ഹൽക്കു ഉഡ്കർ ദോ തീൻ കദം ആകെ ബടിനെ पर भी सर्दी के कारण वो लौट आता है. ഹൽക്കു ഉഡ്കർ, അപ്പോൾ കിടന്നുറങ്ങാൻ വേണ്ടി കിടന്നിരിക്കുന്നതായ ഹൽക്കു എഴുന്നേറ്റ് 2-3 സ്റ്റെപ്പ്, കഥം എന്ന് പറഞ്ഞാൽ ചുവട്, സ്റ്റെപ്പ് 2-3 സ്റ്റെപ്പ് മുമ്പോട്ട് നടക്കുന്നു. എങ്കിലും സർദി കാരണം, തണുപ്പ് കാരണം അവൻ തിരിച്ചു വരികയാണ്. ലൗട്ട് ആന എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക. ഫിർ രാഖ് കെ പാസ് ഗരം ജമീൻ പർ ചാദർ ഓഢ്കർ സോ ജാത്താ ഹെ, അതിനുശേഷം ആ രാഖ് എന്ന് പറഞ്ഞാൽ വെണ്ണീർ എന്നാണ്, ആഷ് ചാരം. അപ്പോൾ ആ ചാരത്തിൻ്റെ അടുത്ത് തന്നെ ഗരം ജമീൻ പർ, ചൂടുള്ള ആ ജമീൻ എന്ന് പറഞ്ഞാൽ നിലം, ആ ചൂടുള്ള നിലത്ത് വിരിപ്പും പുതച്ചുകൊണ്ട് ഉറങ്ങിപ്പോകുന്നു. സബേരെ പത്നി ആകർ കഹത്തി ഹെ കി സാരാ ഖേത്ത് ചൗപ്പട് ഹോ ഗയാ ഹെ. സബേരെ എന്ന് പറഞ്ഞാൽ രാവിലെ പത്നി വന്നിട്ട് പറയുകയാണ്, സാരാ ഖേത്ത് ചൗപ്പട് ഹോ ഗയാ ഹെ, കൃഷി മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു എന്ന്.
അബ് മഞ്ജൂരി കർക്കെ മാൽ ഗുജാരി ഭർണി പടേഗി. ഇനി എന്താണ് കടം വീട്ടാനുള്ള ഒരു മാർഗം? മഞ്ജൂരീകരണം എന്നാൽ കൂലി ചെയ്യുക. കൂലി വേല ചെയ്തിട്ട് നമുക്ക് മാൽ ഗുജാരി ഭർണി പടേഗി, ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പം അതായത് കടം വീട്ടേണ്ടി വരും. തബ് ഹൽക്കു പ്രസന്നദാ സെ കഹ്താ ഹേ കി രാത് കി ഠണ്ട് മേ യഹാ സോനാ തോ ന പടേഗ. അപ്പോൾ ഹൽക്കു സന്തോഷിക്കുകയാണ്. ഹൽക്കു സന്തോഷത്തോടെ പറയുകയാണ്, രാത് കി ഠണ്ട് മേ യഹാ സോനാ തോ ന പടേഗ. ഇനി രാത്രിയിൽ, തണുപ്പുള്ള ഈ രാത്രിയിൽ ഇവിടെ ഉറങ്ങേണ്ടി വരില്ല. അതുകൊണ്ട് ഹൽക്കു സന്തോഷിക്കുകയാണ്. കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടാണെങ്കിലും പോലും ഹൽക്കുവിന് സന്തോഷമായി. ഇനി സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ കൺക്ലൂഷനാണ് അടുത്ത് പറയുന്നത്. ഇസ് കഹാനി മേം പ്രേംചന്ദ് ने ഭാരതീയ കിസാനോं की मार्मिक स्थिति का वर्णन किया है. ഈ സ്റ്റോറിയിൽ പ്രേംചന്ദ് ഭാരതീയ കിസാൻ്റെ, ഇന്ത്യയിലെ കൃഷിക്കാരുടെ മാർമിക സ്ഥിതി, മർമ്മസ്പർശിയായ അവസ്ഥയെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഹമാരെ ദേശ് മേം ദോ വർഗ് കെ ലോഗ് ഹെ, ശോഷക വർഗ് ഔർ ശോഷിത വർഗ്. നമ്മുടെ ദേശത്തിൽ, നമ്മുടെ ഭാരതത്തിൽ രണ്ട് വിഭാഗത്തിലുള്ള ജനങ്ങളാണുള്ളത്. ഒന്ന് ശോഷക വർഗ്, രണ്ടാമത്തത് ശോഷിത വർഗ്. ശോഷക് എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുന്ന ആൾ, ഉയർന്ന വർഗമാണ് സാധാരണക്കാരനെ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ അതായത് ഉയർന്ന വർഗം, പൂഞ്ചിപതി യാ ജമീന്ദാർ, ഇവരൊക്കെയാണ് ശോഷക വർഗ്, ഉയർന്ന വർഗം. രണ്ടാമത്തെ ഒരു വർഗമാണ് ശോഷിത വർഗ്, ചൂഷണം ചെയ്യപ്പെട്ട പാവപ്പെട്ട ആളുകൾ, കിസാൻ. ഇവിടെ ശോഷക വർഗ് കിസാനോം കാ രക്ത് ചൂസനെ വാലാ ഹെ. ശോഷക വർഗ് എന്ത് ചെയ്യുന്നു? കൃഷിക്കാരൻ്റെ രക്തം ഊറ്റിക്കുടിക്കുന്നവനാണ്. കടി സർദി മേം ബി കമ്പൽ കെ ബിന കിസാൻ ലഹ്ലഹാത്തെ ഖേത് കാ പഹരാ ദേത്താ ഹെ. കടി സർദി എന്ന് പറഞ്ഞാൽ കഠിനമായ തണുപ്പ്, ഭയങ്കര തണുപ്പത്തും കമ്പൽ കെ ബിന, കമ്പിളിയൊന്നും കൂടാതെ കൃഷിക്കാരൻ ലഹ്ലഹാത്തെ ഖേത്ത് എന്ന് പറഞ്ഞാൽ തഴച്ചു വളർന്ന കൃഷി. അപ്പോൾ അതിനെ പഹരാദേത്ത, പഹരാദേന എന്ന് പറഞ്ഞാൽ കാവൽ നിൽക്കുക. കൃഷിക്കാരൻ എന്ത് ചെയ്യുന്നു? ഭയങ്കര തണുപ്പത്തും കമ്പിളിയൊന്നും കൂടാതെ ഈ തഴച്ചു വളർന്ന കൃഷിയെ നോക്കി നിൽക്കേണ്ടി വരുന്നു, കാവൽ നിൽക്കേണ്ടി വരുന്നു. ലേക്കിൻ കുച്ച് സമയ की आकर्मण्यता ने उसकी सारी खेती को बर्बाद कर डाला. എങ്കിലും കുറച്ച് സമയത്തേക്കുള്ള അകർമ്മണ്യത, പ്രവൃത്തി ചെയ്യാനുള്ള ആ മടി, അകർമ്മണ്യത എന്ത് ചെയ്തു? അവൻ്റെ എല്ലാ കൃഷിയെയും ബർബാദ് കർണ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, കൃഷി മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. ആ ഒരു അകർമ്മണ്യത, ഒരു കുറച്ച് സമയത്തേക്കുള്ള അകർമ്മണ്യതയാണ് അവൻ്റെ ഇത്രയും കാലത്തെ പ്രയത്നം മുഴുവനും നശിപ്പിച്ചത്. മഹീനോം തക്ക് കാ പരിശ്രം ബേക്കാർ ഹോ ഗയ. മാസങ്ങളോളം നടത്തിയ ആ പരിശ്രമം ബേക്കാർ ഹോന എന്ന് പറഞ്ഞാൽ വെറുതെയാവുക. ആ പരിശ്രമം മുഴുവനും വെറുതെയായി. समाज की बुरी व्यवस्था ही दो वर्ग के लोगों को बनाती है. സമൂഹത്തിലുള്ള ബുരി വ്യവസ്ഥ, മോശം വ്യവസ്ഥയാണ് ഇവിടെ രണ്ട് വർഗത്തിലുള്ള ജനങ്ങളെ ഉണ്ടാക്കുന്നത്. सामाजिक यथार्थ बातों के चित्रण से किसानों की बुरी दशा को मिटाना और वर्गहीन समाज की स्थापना करना कहानीकार का उद्देश्य है. ഇനി ഇവിടെ കഹാനിക്കാരൻ്റെ ഉദ്ദേശ്യം എന്താണ്? സാമാജിക് യഥാർത്ഥ ബാത്തോം കെ ചിത്रण से, സമൂഹത്തിലെ യഥാർത്ഥമായ കാര്യങ്ങൾ ചിത്രീകരിക്കുന്നു. ആ ചിത്രീകരണത്തിലൂടെ കിസാനോം കി ബുരി ദശ കോ മിട്ടാന, കൃഷിക്കാരൻ്റെ ബുരി ദശ, മോശം ഉള്ള അവസ്ഥയെ ദൂരീകരിക്കുക എന്നതും, മിട്ടാന എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, ദൂരീകരിക്കുക. അപ്പോൾ സമൂഹത്തിൽ നമ്മൾ ഇന്ന് കണ്ടുവരുന്നതായ കൃഷിക്കാരൻ്റെ മോശം ദുർഗതിയെ ഇല്ലാതാക്കുകയും വർഗഹീൻ സമാജ് की स्थापना करना സമാജ് കഹാനിക്കാർ കാ ഉദ്ദേശ്യ है. വർഗഹീൻ, ഇങ്ങനെ രണ്ടു തട്ടുകളായിട്ട് ശോഷകെന്നും ശോഷിത വർഗം എന്നുമുള്ള രണ്ടു തട്ടിലുള്ള ആളുകൾ. അപ്പോൾ ഇങ്ങനെ ഒരു വർഗഹീനമായ, ഇങ്ങനെ ഒരു വർഗം ഇല്ലാത്തതായ, രണ്ട് തരംതിരിവുകൾ ഇല്ലാത്തതായ ഒരു സമൂഹത്തെ സ്ഥാപിക്കുക, ഇതാണ് കഹാനിക്കാരൻ്റെ ഉദ്ദേശം. അപ്പോൾ കൃഷിക്കാരൻ്റെ മോശം അവസ്ഥ ഇല്ലാതാക്കുകയും ഇങ്ങനെ രണ്ട് തട്ടിലുള്ള വിഭജനം ഇല്ലാതെ ഒരേയൊരു ഏകത കൊണ്ടുവരിക, അതാണ് കഹാനിക്കാരൻ്റെ ഉദ്ദേശ്യം. കഹാനി കലാ की दृष्टि से भी ये सफल कहानी बन गई है. കഹാനി കല നോക്കിക്കഴിഞ്ഞാലും ഇത് ഒരു
സഫലമായ വിജയിച്ച ഒരു സ്റ്റോറിയാണെന്ന് പറയാം.